ഇന്നത്തെ പരിപാടി വന്നിട്ട് കവയ്ക്കാണ്. അപ്പോൾ ഞങ്ങൾ കവയ്ക്ക് പോയതല്ല, പാലക്കാടേക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. ഞങ്ങൾ ഇടയിൽ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മുടെ മലമ്പുഴൻ്റെ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, മലമ്പുഴ ഡാമിൻ്റെ അവിടേക്ക്. അപ്പോൾ മലമ്പുഴയിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും പോവുക. ഞങ്ങൾ ലെഫ്റ്റാണ് പോയത്. അതാണ് മലമ്പുഴൻ്റെ ഗേറ്റ്. അപ്പോൾ ഗേറ്റിൽ നിന്ന് പറഞ്ഞാൽ ലെഫ്റ്റാണ് പോയത്. റൈറ്റിൽ പോയാൽ ഇത് മലമ്പുഴ ഡാമിൻ്റെ എൻട്രൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നിന്നില്ല, നേരെ ലെഫ്റ്റ് അടിച്ച് കവയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ, നല്ല കാണാനുണ്ടായിരുന്നു. വൺ ഡേ ടൂറിനൊക്കെ അടിപൊളി പ്ലേസാണ്. ഞങ്ങൾ ബൈക്ക് കൊണ്ടാണ് പോയത്. നല്ല റോഡ്, നല്ല പോയ സമയത്ത് മഴയുണ്ടായിരുന്നില്ല, മഴ പെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. സ്ഥലം കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഞങ്ങൾ പോയി, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പച്ചപ്പായിരുന്നു, മൊത്തം അടിപൊളിയായിരുന്നു. പിന്നെ പോണ വഴിയിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ വന്നവർ. പിന്നെ റോഡ് ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു, കാണാൻ നല്ല ഭംഗിയായിരുന്നു. പിന്നെ പ്രകൃതി അടിപൊളിയായിരുന്നു കേട്ടോ. ഫുള്ള് പച്ചപ്പും മലയും ഒരു രക്ഷയില്ല. പിന്നെ കാണാൻ ഫുള്ള് വെള്ളമാണ്. വെള്ളത്തിൽ കറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, ഡാമാണ്, ഏകദേശം എല്ലാവരും ഉണ്ടാവും. പിന്നെ പോണ വഴിയിൽ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരിലൂടെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെയൊന്നും നിർത്തിയില്ല, ചെറിയ വെള്ളച്ചാട്ടമൊക്കെ അവിടെയൊന്നും നിർത്തിയില്ല. പിന്നെ ഗവിക്ക് പോകാനുള്ളൊരു എൻട്രൻസും പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടിയിൽ കൂടെ ഞാൻ പോയത് അടിപൊളിയായിരുന്നു. പിന്നെ അവിടേക്ക് ഇറങ്ങാനുള്ള വഴിയായിരുന്നു അത്. ഇറങ്ങി മൊത്തം ചളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നില്ല. എനിക്ക് വണ്ടി എടുത്ത് അറ്റം വരെ പോകണം. മൊത്തം ചളി പറഞ്ഞാൽ മൊത്തം ചളിയായിരുന്നു. നമ്മുടെ ടയറോ മുട്ടയായിരുന്നു ടയറൊക്കെ. പിന്നെ വണ്ടി എടുത്ത് ഇങ്ങനെ പോയി. എന്താണ് വീണാലും വണ്ടിയിൽ നിന്ന് വീണ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു, അത്രയ്ക്കും ചളിയായിരുന്നു കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോയി. കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ പിള്ളേർ നിറയെ ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നവർ. പിന്നെ അവിടുന്ന് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ വള്ളത്തിൻ്റെ അറ്റത്തിലേക്ക് പോകുന്നുണ്ട്. ഞങ്ങൾ ടാസ്കിലാണ് പോകണം, മൊത്തം ചളിയും അങ്ങനെയായിരുന്നു. പിന്നെ ഫുള്ള് പച്ചപ്പായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് കോട നിറഞ്ഞ മലകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കാണാനൊക്കെ പോത്തുകളായിരുന്നു കേട്ടോ. ഇഷ്ടംപോലെ പോത്തുകൾ വളർത്തുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല ക്ലൈമറ്റൊക്കെ അടിപൊളിയായിരുന്നു. ഫുള്ളും മലയും നല്ല പ്രദേശം, ഇഷ്ടംപോലെ പോത്തുകളായിരുന്നു. പിന്നെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ നിൽക്കണൊക്കെ ആൾക്കാരാണ്, വള്ളത്തിൻ്റെ സൈഡിൽ നിൽക്കണൊക്കെ ആൾക്കാരായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ പിള്ളേർ ക്ലാസ് കട്ടാക്കി വരുന്ന കുറേ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഞാനൊന്ന് വള്ളത്തേക്ക് ഇറങ്ങാൻ വേണ്ടി കാല് കഴുകാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടുകാരനാണ് വീഡിയോ എടുക്കുന്നത്. അവൻ ഫുള്ള് റൗണ്ടിങ്ങിൽ കാണിച്ചു തരും. അത് സ്കൂൾ പിള്ളേരാണ് കേട്ടോ. സ്കൂൾ പിള്ളേരവിടെ ക്ലാസ് കട്ടാക്കിയിട്ട് വന്നിട്ട് ഫുള്ള് ഫോട്ടോ എടുക്കലും, പെൺപിള്ളേരുണ്ട് ആൺപിള്ളേരുണ്ട്. ക്ലാസ് കട്ടാക്കിയിട്ട് വന്നിട്ട് ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ റീൽസ് എടുക്കാൻ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഫുള്ള് മല റൗണ്ടിങ് എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്താണ്. നോക്കി എങ്ങനെയുണ്ട് നോക്കി എല്ലാവരും. വള്ളത്തിൻ്റെ അടുത്തിൽ കൂടെ ഒരു ക്യാമറ കൊണ്ടുപോയിട്ട് വീഡിയോ എടുത്താണ്. പിന്നെ ഫുള്ള് റൗണ്ടിങ് എടുക്കുന്നുണ്ട് ഞാൻ. പിന്നെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് വിട്ടു. മെല്ലെ അവിടെ നിന്ന് വിട്ടിട്ട് വേറൊരു പ്ലേസ് ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത പ്ലേസ് ആയിരുന്നു അത്. പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു പാലം, ആ പാലത്തിലേക്ക് പോയി. ആ പാലത്തിന് മേലെ കയറി സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ പാലത്തിന് മേലെ മെല്ലെ കയറി, മേലെ കയറിയിട്ടുള്ള വൈബ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാവുന്നു. നമ്മൾ മേലെ കയറി ഞാൻ കയറിയിട്ട് ഫുള്ള് റൗണ്ടായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അത്ര മഴയുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. ഞങ്ങൾ കോട്ടൊന്നും എടുത്തില്ല. ഞങ്ങൾ പാലക്കാട് വേറെ ആവശ്യത്തിന് പോയതാണ്. പിന്നെ വേറൊരു സ്ഥലത്തേക്ക് പോയി, ഒരു രക്ഷയില്ല സ്ഥലം. എന്താണ് ആ സ്ഥലം?
ഒരു പാറിന് മേലെ കയറുന്നിട്ട് ഡാമിൻ്റെ ബാക്കി ഭാഗം കാണാനല്ലേ, ഒരു രക്ഷയില്ല. അങ്ങനെ പിന്നെ മേലേക്ക് ഇങ്ങനെ കയറിപ്പോയി. ഒരു മേലെ കയറി പോകുമ്പോൾ ഒരു കൂട്ടുകാരനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറയണ റൗണ്ടിൽ ഒന്ന് വീഡിയോ എടുക്കാൻ പറയണം എന്നെ കൊണ്ട്. ഫുള്ള് റൗണ്ടിങ് എടുക്കുന്ന വീഡിയോ കണ്ടാൽ അറിയാം എങ്ങനെ ഉണ്ടാകുന്ന ക്ലൈമറ്റൊക്കെ. അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കഥ പറഞ്ഞിട്ടൊക്കെ കുറച്ച് നേരം ഇരുന്നു. നല്ല സ്ഥലമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, വീഡിയോ കാണുമ്പോൾ അറിയാം അടിപൊളിയായിരുന്നു സ്ഥലങ്ങളൊക്കെ. അവനെടുക്കണം കൂട്ടുകാരനാണ് വീഡിയോ എടുക്കുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. വൺ ഡേ ട്രിപ്പൊക്കെ അടിക്കണവർക്ക് സുഖമാണ്. മലമ്പുഴയൊക്കെ പോയിട്ട് ഇല്ല പറഞ്ഞാൽ കവയ്ക്ക് വന്നിട്ട് രാവിലെ വൈകുന്നേരം മലമ്പുഴയൊക്കെ പോയാൽ അടിച്ച് പൊളിച്ച് വരാം. വൺ ഡേ ട്രിപ്പാക്കാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ, രക്ഷയില്ല. അപ്പോൾ മലമ്പുഴ പോയിട്ട് വന്നാലും കുഴപ്പമില്ല. നല്ലത് കവയ്ക്ക് പോയിട്ട് വൈകുന്നേരം ഒരു 6 മണി ആ ടൈമിൽ മലമ്പുഴയൊക്കെ കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുവരെ കവയിൽ ഫുഡൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് വന്ന ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഒരു 6 മണിക്ക് മലമ്പുഴ പോയി കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. എന്തായാലും പ്ലേസ് അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലാത്ത പ്ലേസായിരുന്നു. ഞാൻ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ നിങ്ങൾ. ഈ വീഡിയോയുടെ ഞാൻ ഈ ബ്ലോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടെ കൂടുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്. ഇങ്ങനെ വീഡിയോ എങ്ങനെയുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക.